നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമ ഫലത്തേക്കാൾ എത്രയോ വിശാലമായ വ്യാകരണങ്ങളിലെത്തുന്നു. ഇത് കേവലം കുറേ സംഖ്യകളുടെ മാത്രം പ്രശ്നമല്ല. അതൊക്കെ കുറേ തട്ടിക്കൂട്ടുകളുടെയും കാലുമാറ്റക്കാരുടെ പോക്കുവരവുകളുടെയും കാര്യം മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്ത് പരിഗണന അർഹിക്കുന്ന പലതുണ്ട്. മുഖാമുഖമാവുന്ന മുന്നണികളുടെ സ്വഭാവം, ഇരുപക്ഷത്തിൻ്റെയും നേതൃനിരകളുടെ സ്വഭാവം, നേതൃനിരകളുടെ ശേഷി, അവർ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം, പിന്നെയുമുണ്ട് പലതും. മറ്റൊരു പ്രധാന കാര്യം, യാതൊരു തരം ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഇക്കൂട്ടരിൽ പലരുടെയും അടുത്ത നീക്കം എന്താവും എന്നതാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന അവസ്ഥയോളം എത്തിയിരിക്കുന്നു ഈ റിപ്പബ്ലിക്. തെരഞ്ഞെടുപ്പ് മോദിയെ മൂന്നാമതും അധികാരത്തിലേറ്റെങ്കിലും അതിലും ചില സങ്കീർണതകളിലേക്ക് അത് നമ്മെ എത്തിക്കുന്നുണ്ട്. ചില പ്രസക്തമായ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉന്നയിക്കേണ്ടത്. 1000 കോടികൾ ചെലവിട്ട് അയോധ്യയിൽ രാമക്ഷേത്രം പണിതിട്ടും തെരഞ്ഞെടുപ്പ് ഫലം എന്തുകൊണ്ട് വിപരീതമായി? കോർപ്പറേറ്റ് രാമക്ഷേത്രത്തോടുള്ള പൊതുജനത്തിൻ്റെ വൈമുഖ്യമോ അത് കാരണം വലിച്ചെറിയപ്പെട്ട ചെറിയ മനുഷ്യരുടെ വൈരാഗ്യമോ? ഒരു പ്രധാനമന്ത്രി തൻ്റെ നിയോജക മണ്ഡലത്തിൽ 10 വർഷത്തോളം പണം കോരി ഒഴിച്ചിട്ടും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പകുതി ഭൂരിപക്ഷമേ ഇപ്പോൾ ലഭിച്ചുള്ളൂ. പോറ്റി വളർത്തിയ ഉത്തർപ്രദേശിൽ വോട്ട് ബാങ്ക് ഇടിയുകയും ചെയ്തു. പ്രധാനമന്ത്രി 10 വർഷത്തോളം പടുത്തുയർത്തിയ അജയ്യത തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ പക്വതപ്പെടൽ കൂടിയാണ്. മുമ്പ് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയത് നാം ഓർക്കുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ അതേ ഫലം പാകപ്പെടാതെ വീണ്ടും പഴയ ദുഷിപ്പുകളിലേക്ക് എത്തിയതും നാം ഓർക്കണം. ജനം ഒരിക്കൽ നേതൃത്വത്തെ തിരുത്തി താഴ്ത്തിയത് കൊണ്ടു നടക്കാൻ ജനനേതാക്കൾക്ക് സാധിക്കാതെ പോയത് മറ്റൊരു ദുരന്തമാണ്. ഈ നാടകത്തിൻ്റെ ആദ്യ ഭാഗം കാണാനിടവരുന്നതിൻ്റെ അടുത്ത് വരെ എത്തി തിരിച്ചുപോയത് ഇതാന്ന് പറഞ്ഞിട്ടാണ്. പുതിയ പുതിയ കാപട്യങ്ങളിലൂടെ നവം ചെയ്തു വരാൻ അതിനും അതിൻ്റെ കൂട്ടാളികൾക്കും ഇനിയും കഴിയുന്നു. ഒറ്റയടിക്ക് ജനാധിപത്യം ജയിച്ചെന്ന് നമുക്ക് പറയാനാവില്ല. അധികാരത്തിൻ്റെ മറ്റൊരു രൂപാന്തരീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ കർഷകർ മാത്രമാണ് ജയിച്ചത്. രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിലെ കർഷകരുടെ ഐതിഹാസിക സമരം ഫലം കണ്ടത് ഇത്തവണയാണ്. ഇനി BJP അവരുടെ മേൽ വിജയം ആഘോഷിക്കുകയില്ല. അധികാരമേറ്റ ഉടനെ മോദി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ സ്നേഹം കൊണ്ടോ ആവാനും ഇടയില്ല. ഇത് മുമ്പില്ലാത്ത ഒരു തരം സ്നേഹമാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആഘാതമാണ് ഈ ഭാവപകർച്ചയ്ക്ക് കാരണം. ഇന്ത്യ സഖ്യത്തിന് പറ്റിയ അബദ്ധം തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പേ തന്നെ കൂട്ടുചേർന്ന് പ്രവർത്തനം ആരംഭിക്കാനായില്ല എന്നതാണ്. നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യ വർഗീയ നിലപാടുകൾക്കെതിരെ രൂപം പ്രാപിച്ചു വന്ന ജനശക്തി തത്സമയം കണ്ടറിയാനും അടിത്തട്ടിൽ നിന്ന് പിന്തുണ നേടാനും ഇന്ത്യ സഖ്യത്തിനായില്ല എന്നത് ഒരു ശക്തമായ ആത്മവിചാരണയിൽ നാം സമ്മതിക്കണം. ഇതേ പ്രശ്നം തന്നെയല്ലേ NDAയ്ക്കും ഉള്ളതെന്ന് നമുക്ക് ചോദിക്കാം. അതെ, അല്പം വ്യത്യാസത്തോടെ തന്നെ. അവിടെ മതവർഗീയ താല്പര്യങ്ങളുടെ വ്യാപാരശേഷിയുള്ള പാർട്ടിയുടെ ഓരം ചേർന്ന് നിന്നാൽ ലഭിക്കുന്ന ലാഭം മാത്രമാണ് പ്രശ്നം. രണ്ടു പക്ഷത്തിനും എന്നും ചേർന്നു പോകാവുന്ന ഘടകങ്ങളേ ഉള്ളൂ.